ഡൂറൻ കപ്പിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മൊത്തവും സൈനിങ്ങും തീർക്കുമെന്നാണ് നമ്മളെ ക്ലബ് ഡയറക്ടറായ നിഖിൽ ഭരദ്വാജ് പറഞ്ഞത്. പക്ഷേ ആരെയും പേടിച്ചില്ല കേരള ബ്ലാസ്റ്റേഴ്സ്. ഇപ്പോൾ ജൂൺ 23 നിൽക്കുന്നു. ആരെയും പേടിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ പ്ലെയറിനെ പേടിക്കാതെ ഇപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ കുറച്ച് ദിവസം മുമ്പ് ഇട്ടു പെപ്പറയും മിലോസും നമ്മുടെ തായ്ലാൻഡിൽ പോകുന്ന ആ ഒരു ഫ്രണ്ട്ലി മാച്ചുണ്ട്. തായ്ലാൻഡിൽ പോകുന്ന ഫ്രണ്ട്ലി മാച്ചിൽ ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പെപ്പറയും മിലോസും നമ്മുടെ ഒരു ഇതിൽ അടുത്ത സീസണിൽ കാണുമെന്നാണ് തോന്നുന്നത്. എന്നാൽ ഒരു തട്ടിക്കൂട്ട് നിർത്തൽ എന്ന് തന്നെ പറയാം. കാരണം പുതിയൊരു കോച്ചിൻ്റെ തീരുമാനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ നിർത്തിയാൽ അതൊരു തട്ടിക്കൂട്ട് നിർത്തൽ തന്നെയാണ്. കാരണം പുതിയ കോച്ചിൻ്റെ തീരുമാനത്തിലല്ലേ പുതിയ പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്യേണ്ടത്. കേരള പഴയ രീതിയിലേക്ക് മാറുകയാണോ എന്ന് വരെ നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം മിലോസും പെപ്പറയ്ക്ക് കോൺട്രാക്റ്റ് ഉണ്ട്. പക്ഷേ മിലോസിൻ്റെ കോൺട്രാക്റ്റ് തീർന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ടാങ്കി പോസ്റ്റ് പോലും എതിരായിട്ട് വിട്ടില്ല. അതുകൊണ്ട് തന്നെ മിലോസ് നിൽക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും പെപ്പറേനെയും മിലോസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഡൂറൻ കപ്പ് വരികയാണ്. അത് ജൂലൈ 26. എന്തായാലും അത് നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുക.